ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഓൾ. എല്ലാവർക്കും ആൻസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാനൊരു ഡോണറ്റിൻ്റെ റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഡോണറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഡോണറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ഗ്ലാസ് പാലെടുക്കാം. നല്ല ചെറിയ ചൂടുള്ള പാലാണ്, അതായത് 200 ml. അധികം ചൂടുണ്ടാവരുത്, ചെറു ചൂടുള്ള പാല്. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്ന് ഫെർമെൻ്റ് ആവാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഒരു ബൗൽ എടുത്ത ശേഷം അതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയുടെ അളവ് കൂട്ടണമെന്നുണ്ടെങ്കിൽ കൂട്ടി കൊടുക്കാം കേട്ടോ. ഞാനിവിടെ അധികം പഞ്ചസാര ചേർക്കുന്നില്ല. ഇനി 5 ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർക്കുന്നത്. ബട്ടർ എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ ആയിരിക്കണം. ഇനി ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ബട്ടറിന് ഓൾറെഡി ഉപ്പുള്ളതാണെങ്കിൽ അത് നോക്കി വേണം ചേർക്കാൻ. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈസ്റ്റ് ഇവിടെ നന്നായി ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പാലും ഈസ്റ്റിൻ്റെയും കൂടിയുള്ള ഈ മിക്സ് മുട്ടയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. ടോട്ടൽ ഞാനിവിടെ 5 കപ്പ് മൈദയാണ് ഉപയോഗിക്കുന്നത്. അതിൽ 1 കപ്പ് മൈദ ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്യാം. ഇപ്പോൾ ഈ 1 കപ്പ് മൈദ ചേർത്തത് നമുക്കൊരു 15 മിനിറ്റ് കൂടി ഫെർമെൻ്റ് ആവാൻ വേണ്ടി വെക്കാം. ഒരു ക്ലിംഗ് ഫിലിം കൊണ്ട് കവർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു വെറ്റ് ക്ലോത്ത് കൊണ്ട് മൂടി വയ്ക്കാം. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള 4 കപ്പ് മൈദ കുറച്ചായി ചേർത്ത് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് തന്നെ നന്നായി കുഴച്ചെടുക്കാം. കുറച്ച് ലൂസായിട്ടുള്ള ഒരു ഡൗ ആണ് നമുക്ക് ആവശ്യം. ഈ ഒരു കൺസിസ്റ്റൻസി മതിയാവും. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു ക്ലിംഗ് ഫിലിം കൊണ്ട് കവർ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു വെറ്റ് ക്ലോത്ത് ഉപയോഗിച്ച് കവർ ചെയ്യാം. കവർ ചെയ്ത ശേഷം ഒരു 4 to 5 hours നമുക്ക് ഫെർമെൻ്റ് ആവാൻ വേണ്ടി വെക്കാം. ഇപ്പോൾ 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നന്നായി ഫെർമെൻ്റ് ആയിട്ടുണ്ട്. ഡബിൾ സൈസായി. ഇനി നമുക്ക് ഇതൊന്നുകൂടി നന്നായി കുഴച്ചെടുക്കണം. അതിനുവേണ്ടി കുറച്ച് മൈദ ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് ഒന്നുകൂടി നന്നായി മിക്സ് ചെയ്തെടുക്കാം. ടേബിൾ ടോപ്പിലിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഈ ഡൗ ഒന്ന് 1/2 ഇഞ്ച് കനത്തിൽ പരത്തിയെടുക്കാം. ഇതുപോലെ പരത്തിയെടുത്താൽ മതി. ഒത്തിരി നേരിയതായി പോകരുത്. ഇനി നമുക്ക് ഒരു ഗ്ലാസ് ഉപയോഗിച്ച് ഇത് കട്ട് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്താൽ മതി. ഈ ഒരു വട്ടത്തിൽ ഓരോന്നും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഡോണറ്റ് കട്ടർ ഉള്ളവരാണെങ്കിൽ അത് ഉപയോഗിക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഡോണറ്റ് കട്ടറൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഗ്ലാസ് ഉപയോഗിക്കുന്നത്. ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ഒരു ബോട്ടിലിൻ്റെ മൂടിയോ എന്തെങ്കിലും കൊണ്ട് ഇതുപോലെ നടുക്ക് നിന്ന് കട്ട് ചെയ്തെടുക്കാം. ബോട്ടിലിൻ്റെ മൂടിയായിരിക്കും നല്ലത്. ഈ ഒരു റൗണ്ടിൽ നടുക്ക് നിന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തെടുക്കാം. ബാക്കി വരുന്ന ഈ ഡൗ കളയണ്ട. ഇത് വീണ്ടും നമുക്ക് പരത്തിയെടുക്കാനുള്ളതാണ്. ഇനി നമുക്ക് ഓരോന്നും ഒരു ട്രേയിൽ നിരത്തി വയ്ക്കാം. ഇതുപോലെ ഓരോന്നും ഇതുപോലെ നിരത്തിയ ശേഷം നമുക്കൊരു വെറ്റ് ക്ലോത്തും കൊണ്ട് കവർ ചെയ്യാം.
ഒരു 15 മിനിറ്റ്സ് വെച്ച ശേഷം പിന്നെ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്, വെളിച്ചെണ്ണ ഉപയോഗിക്കരുത്. തീ എപ്പോഴും സിമ്മിൽ വെച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാൻ, അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും, ഉള്ളുവശം വേകൂല. അപ്പോൾ അതുകൊണ്ട് സിമ്മിലാക്കി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു കളറാവുമ്പോഴേക്കും നമുക്ക് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി നമുക്കിതൊന്ന് ഷുഗർ കോട്ടിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പഞ്ചസാര പൊടിച്ചതിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ നമുക്ക് ഡാർക്ക് ചോക്ലേറ്റ് ഒന്ന് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കാം. വൺ സൈഡ് ചെയ്താൽ മതി, ഇതുപോലെ. അതിനുശേഷം ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ കുറച്ച് പഞ്ചസാര പൊടിച്ചത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചോക്ലേറ്റ് ഡോണറ്റും ഷുഗർ കോട്ടഡ് ഡോണറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ പഞ്ചസാര പൊടിച്ചത് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഡോണറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.